PM ശ്രീ വിഷയത്തിന്മേൽ CPI കടുത്ത നിലപാട് തുടരുന്നതിനാൽ CPM പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. ധാരണാപത്രം റദ്ദാക്കിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ ഇപ്പോഴും CPI ഉറച്ചു നിൽക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറിയില്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം പറഞ്ഞു. ഹൈക്കോടതിയുടെ ശക്തമായുള്ള നിരീക്ഷണം തുടരുന്നതിനാൽ വമ്പൻ സ്രാവുകൾ ഉൾപ്പെടെ നിയമത്തിന് മുന്നിൽ വരുമെന്നതാണ് ഉന്നതരെ ഭയപ്പെടുത്തുന്നതെന്ന് വ്യക്തമായ സൂചനകൾ പുറത്തുവന്നു. സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ പ്രശ്നം ടൂറിസത്തെ ഉൾപ്പെടെ വളരെ മോശമായി ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഇതിനിടെ ഇതുമായി ബന്ധപ്പെട്ട പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാത്തതിന് കേരളത്തെ ഉൾപ്പെടെ സംസ്ഥാനങ്ങളെ അതിരൂക്ഷമായി സുപ്രീം കോടതി വിമർശിച്ചു. രാജ്യത്തിന് വിദേശത്ത് പ്രതിച്ഛായ നഷ്ടപ്പെടുകയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകളും ഡിജിറ്റൽ അറസ്റ്റുകളും വ്യാപകമാകുന്നതിലും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ഇതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം CBIക്ക് വിടുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജനങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഡിജിറ്റൽ അറസ്റ്റെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പറഞ്ഞു. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണ നടപടി SIR കേരളത്തിലും ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിന് നാളെ തുടക്കമാകും. വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുന്ന പരിപാടി നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. PM ശ്രീ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് നാളെ വിദ്യാഭ്യാസ ബന്ദിന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം നൽകി. അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്കും ബന്ദ് ബാധകമാക്കുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. സംസ്ഥാന കായികമേളയുടെ സമാപനത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് സിലബസ് വിദ്യാലയങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചു. മോൻത ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടുന്നതിൻ്റെ ഭാഗമായി ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് കൊല്ലം ഉൾപ്പെടെ കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടങ്ങിയിട്ടുണ്ട്. TP കേസ് പ്രതികൾക്കായി സർക്കാർ വഴിവിട്ട നീക്കം നടത്തുന്നതായി വീണ്ടും പരാതി ഉയർന്നു. ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പേ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തടയുമെന്ന് KK രമ MLA പറഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ വ്യാഴാഴ്ച നടക്കുന്നതിന് മുന്നോടിയായി നാളെയായിരിക്കും ചരിത്ര പ്രാധാന്യമുള്ള പള്ളിവേട്ട. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.